കമൽഹാസൻ മണിരത്നം ടീമിന്റെ പുതിയ സിനിമ തഗ് ലൈഫ് തിയേറ്ററുകളിൽ തണുപ്പൻ പ്രതികരണമാണ് കാഴ്ചവെക്കുന്നതെന്ന റിപ്പോർട്ടുകൾക്കിടെ താരങ്ങളുടെ പ്രതിഫല കണക്ക് പുറത്തുവന്നു. വലിയ താരനിരയാണ് സിനിമയുടെ ഭാഗമായി എത്തിയിട്ടുള്ളതെങ്കിലും ആദ്യ ദിനം വെറും 17 കോടി രൂപയ്ക്കടുത്ത് മാത്രമാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്നും ലഭിച്ചത്. 3 ദിവസം കൊണ്ട് 30.15 കോടി രൂപ മാത്രമേ നേടാനായിട്ടുള്ളൂ. 180 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയത് നടൻ സിംബുവാണ്. 40 കോടി രൂപയാണ് സിംബുവിന്റെ പ്രതിഫലമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 12 കോടി രൂപയാണ് തൃഷയുടെ പ്രതിഫലം. ഗുഡ് ബാഡ് അഗ്ലി എന്ന മുൻ സിനിമയിലെ അഭിനയത്തിന് ലഭിച്ച പ്രതിഫലത്തിന്റെ 3 ഇരട്ടിയാണത്. 4 കോടി രൂപയായിരുന്നു ഗുഡ് ബാഡ് അഗ്ലിക്കായി തൃഷ വാങ്ങിയത്. ജോജു ജോർജിന്റെ പ്രതിഫലം 1 കോടി രൂപയാണ്. 50 ലക്ഷം രൂപയാണ് അഭിരാമിക്ക് ലഭിച്ച പ്രതിഫലം. അതേസമയം കർണാടകയിൽ ഈ സിനിമ നിരോധിച്ചതാണ് സിനിമയുടെ കളക്ഷൻ കുത്തനെ കുറയാനുള്ള കാരണങ്ങളെന്ന അഭിപ്രായവും ഉയർന്നിട്ടുണ്ട്. സിനിമയുടെ പ്രമോഷനിടെ കന്നഡ ഭാഷ ഉത്ഭവിച്ചത് തമിഴിൽ നിന്നാണെന്ന് കമൽഹാസന്റെ പരാമർശം വൻ വിവാദമായി മാറിയിരുന്നു. കമൽഹാസൻ മാപ്പ് പറയാതെ സിനിമ സംസ്ഥാനത്ത് പ്രദർശിപ്പിക്കില്ലെന്ന് കർണാടക ഫിലിം ചേംബറും നിലപാടെടുത്തിരുന്നു. തുടർന്ന് സിനിമ കർണാടകയിൽ പ്രദർശിപ്പിച്ചിട്ടില്ല.